വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന ദിവസം വന്നിരിക്കാം ഗൈസ്. അത് നമുക്ക് ഞാനൊരു ക്ലൂ തരാം. എൻ്റെ ഒരു സംഭവമാണത്. ഓക്കെ, എനിക്ക് എന്നും ലിവിങ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടൂറാണ്. അത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. കുറച്ച് പണിയാണ്. ഇതാണ് ഗൈസ് നമ്മളുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പിന്നെ നമ്മുടെ സ്റ്റുഡിയോ തുറക്കുമ്പോൾ കാണുന്ന ഈ ഒരു സ്പേസ് ആണ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് തുറക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതാണ് നമ്മുടെ ക്യൂട്ട് സെക്ഷൻ. ഇതാണ് നമ്മുടെ ഫണ്ണി സെക്ഷൻ. ഫണ്ണി സെക്ഷന് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ഗേൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള സാധനം. ഫണ്ണി എന്ന് പറയാൻ പറ്റില്ല, ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അത് നമുക്ക് ക്യൂട്ട് സെക്ഷൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം അതിന് മുമ്പ്. പിന്നെ ഇവിടെ ഞാനൊരു കുഞ്ഞൊരു ഫ്രെയിം സെറ്റ് ആക്കിയിട്ടുണ്ട്, പേപ്പർ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കുഞ്ഞൊരു ഫ്ലവർ ഉണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു പൂമ്പാറ്റേനെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റേ പൂമ്പാറ്റേനെ ഇങ്ങനെ ഉണ്ടാവില്ല ഒരു സംഭവം ഇങ്ങനെ, അതുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കുന്ന സ്കെയില്, പെൻസില്, പെന്നാണ്ടൊക്കെ ഇട്ടിരിക്കുന്ന സംഭവമുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞൊരു ക്യൂട്ട് ബാസ്ക്കറ്റിൽ ക്യൂട്ട് ഫെവിക്കോൾ ഉണ്ട്. നെക്സ്റ്റ് ഉള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ടബിലാണ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് വരക്കുമ്പോഴൊക്കെ തുടയ്ക്കാനുള്ളതാണ്. അതത്ര വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാൻ ചെയ്തൊരു ഡ്രോയിങ് ഉണ്ട് ഗൈസ്. ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ടായി തന്നെ വായിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യൂട്ട് സെക്ഷനിൽ കുഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ ബോറടിക്കുമ്പോൾ ഞെക്കി കളിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫ്ലവർ വേസ് ഉണ്ട്. അടിപൊളിയല്ലേ? പിന്നെ ഇത് എൻ്റെ ഒരു ബുദ്ധിയാണ് ഗൈസ്. ഒരു വെറുതെ ഇങ്ങനെ ആക്കുന്ന ഒരു ഇതിനെ കുറച്ചുകൂടി മോട്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സാധനം പൈസ ഇടുന്ന സാധനത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ വെക്കുകയും ചെയ്യാം. പിന്നെ അത് സ്പൈഡർമാൻ്റെ കരച്ച സ്പൈഡർമാൻ്റെ കിച്ചണിൽ കിട്ടി. അപ്പോൾ എൻ്റെ തലയിൽ ഒഴിച്ചൊരു ബുദ്ധിയാണ് ഗൈസ്. പിന്നെ ഇത് രണ്ടും എനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ 2 ടോയ്സാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു കുഞ്ഞൊരു ഹലോ കിറ്റീൻ്റെതാണ്. നല്ല ഇത് തിളങ്ങും കേട്ടോ ശരിക്കും രാത്രിയാകുമ്പോൾ. പിന്നെ നെക്സ്റ്റ് ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് അതിൽ ഒരു ക്യൂട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒട്ടിക്കാൻ തോന്നിയതാണ്. പിന്നെ കുഞ്ഞൊരു മിനി ബുക്ക് ഉണ്ട് ഗായ്സ്. എന്താണെന്ന് വെച്ചാൽ ഇതെനിക്കൊരു പെന്നിൻ്റെ ടോപ്പിൻ്റെ കൂടെ കിട്ടിയായിരുന്നു. ഇതൊരു മിനി ബുക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു മാച്ചിങ് തോന്നിയപ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ യൂണിക്കോൺ കാരണം അത്ര സ്പേസും അങ്ങനെ വേസ്റ്റ് ആവില്ല. പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ ചെയ്തൊരു ഫാബ്രിക് ആർട്ടാണ്. തുണിയിൽ ചെയ്തൊരു ഫാബ്രിക് ആർട്ടാണ്. അതാണ് കണ്ടോളി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു തയ്യലിട്ട് പിടിട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ പണ്ടത്തെ ഒരു കളിയില്ലേ, ടാപ്പിക്കോ ഏത് കളർ വേണം അങ്ങനെയൊക്കെ എന്തോ ഒരു പോപ്പാണ്. എനിക്കറിയില്ല പേര് കറക്റ്റായിട്ട്. നമ്മൾ ടാപ്പിക്കോ എന്ന് പറഞ്ഞ് കളിക്കുന്ന ഇത് സാധനമാണ്. അത്ര എനിക്ക് അറിയുള്ളൂ. ഇതെൻ്റെ ബസ് തെറിയിച്ചുണ്ടാക്കി തന്നോ. പിന്നെ ഇതും എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഒരു ചേച്ചി തന്ന ഗിഫ്റ്റാണ്. ഇത് എനിക്ക് ഈ സ്റ്റിക്കർ തന്നതും ഇത് തന്നതും ഒരേ ചേച്ചിയാണ് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് മിനി ബുക്കും യൂണിക്കോണും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഗ്ലിറ്റേഴ്സ് ആണ് ഗൈസ്. ഗ്ലിറ്റേഴ്സ് ഇതും എൻ്റെ ബർത്ത്ഡേക്ക് ആ ചേച്ചി തന്നതാണ്. കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എത്ര ഗിഫ്റ്റാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് ഇത് ഒരു ബേബീൻ്റെ ടോയ്ന്ന് കിട്ടിയാണ് ഗൈസ്. ഞാൻ അടിച്ചു വയ്ക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കുഞ്ഞി ഇത് നമുക്ക് ഈ ഫ്ലവർ വേസ് എടുത്താണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 കീറ്റേൺ ഉണ്ട്. ഇതും ഞാൻ അടിച്ചു മാറ്റിയാണ്. എവിടുന്നാ ഞാൻ പറയുന്നില്ല.
ഇതാ ഒരു കണ്ടാണ്ടല്ലോ എന്നെ കൊല്ലും, അതുകൊണ്ട് ഞാൻ എവിടുന്നടിച്ചു മാറ്റിയാലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ വെക്കുന്നു. ഇതെന്നെ നേഴ്സ്ലിമെന്ന് ഞാൻ വെട്ടിയെടുത്ത 2-3 സംഭവമാണ്. നേഴ്സിൻ്റെ പഴയ ബുക്കിലെ ഇതുണ്ടോ പൊതിൻ്റെ കളറൊക്കെ കണ്ടിൻ്റെ ബാക്കി പണ്ടത്തെ ബുക്കിലുള്ളതാണ്. ഇനി നെക്സ്റ്റ് കുഞ്ഞ് റാബിറ്റിൻ്റെ ബാഡ്ജ് ഉണ്ട് കേട്ടോ, ഞാൻ കുത്തി കാണിച്ചു തരാം. ഇതും എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് ഗൈസ്. കുത്തുന്നില്ല, നല്ല നിങ്ങൾ ഇങ്ങനെ കണ്ടുകൂടി നല്ല രസമില്ല. ഇതാണ് നമ്മൾ കുത്തിയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഗൈസ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഞാൻ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ ഒരു സ്കുഷ്. ഇത് നമ്മൾ പന്നി വെച്ചിട്ടുണ്ടാക്കിയതും ഇത് പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയത്. പേപ്പർ വെച്ചുണ്ടാക്കിയ കുറച്ച് നല്ല ഹാർഡാണ്. ഇതും നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വെറുതെ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ വെക്കുന്ന ഒരു തോണി ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ചോക്കോബൈൻ്റെ കവർ കിട്ടിയതാണ് നമ്മൾ പിന്നെ ഈ ബാഡ്ജ് കാണിച്ചില്ല, അതും ഞാൻ ഇതാ പൂസ്. ഓക്കെ ഗൈസ്, ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ വരെ എത്തി, സ്കുഷ് വരെ എത്തി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ചാർജറാണ്. ഇത് നമ്മൾ മറ്റേ ചാർജർ ഇവിടെ ഇട്ട് അത് പ്ലഗ് കുത്തി സ്വിച്ച് ഇട്ടാൽ ഇവിടെ ലൈറ്റ് അതും. അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഇതിൽ കുത്തിയിട്ട് ഫോൺ നോക്കാൻ നേരല്ല, എല്ലാത്തിനും ചാർജ് ഉള്ളതാണ്. നമ്മൾ ഇത് കണ്ടില്ലേ, ലൈറ്റ് നല്ല ലാമ്പ് പോലെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മളുടെ ഇതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഇത് വെച്ചൊരിത് കിട്ടിയപ്പോൾ ഇത് ഞാൻ സ്റ്റാൻഡ് ആക്കിയതാണ്. ഇത് ശരിക്കും സ്റ്റാൻഡൊന്നുമല്ല, ഇത് ഒരു ബുദ്ധിയാണ്. ഓക്കെ, അവൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ വെക്കണം. എൻ്റെ ഫുഡ് സെക്ഷൻ ഒരു മണ്ണാച്ചൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്തായി, പേരറിയാത്ത കുഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ്, ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇവിടെ കുഞ്ഞൊരു ബാസ്കറ്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് കുറച്ച് പേപ്പർ ആർട്സ് ആണ്. ഇതൊക്കെ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഇതിൻ്റെ മേലെ പശ തേച്ചിട്ട് അത് ഉണങ്ങിയതാണ്. ഇതിൽ നമ്മൾ വെള്ളമാക്കിയിട്ട് അതിങ്ങനെ ഒട്ടിക്കും, അത് സ്റ്റിക്കാം. ഇതൊക്കെ അതെ. ഇത് സ്റ്റിക്കറല്ല, ഇത് ഞാൻ റിസണാറിലൊക്കെ മറ്റേ ഇതിട്ടില്ലേ ലെറ്റർ കീച്ചാനൊക്കെ ചെയ്യല്ലേ നമ്മുടെ റിസണാറിലാവും. അതിൻ്റെ ഒരു കുഞ്ഞൊരു പേപ്പർ മോഡൽ ഞാൻ ചെയ്തതാണ്. പിന്നെ ഇതാണ് പേപ്പർ ഡെക്കോറാണ് ഇങ്ങനെ പിന്നൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹുക്ക് ഉണ്ട് ഗൈസ്, ഒരു ഹുക്ക് ഉണ്ട് ഗൈസ്. എൻ്റെ ഇവിടെ അതാണ്. പിന്നെ ഒരു ഹുക്ക് ഉണ്ട്, അതൊന്നും കാണിച്ചു കൊടുക്കല്ലേ, ആപ്പിളിൻ്റെ ഹുക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ ഞാൻ വെറുതെ കുത്തിരിക്കുമ്പോൾ ഇതാണ് ഒരു ചെറുതാണ് അത്രയ്ക്ക്. പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു വീടാണ് ഗൈസ്, ക്ലേ കൊണ്ട്. ഈ വീഡിയോക്ക് ഒരു കമൻ്റെങ്കിലും വേണോ, ഞാൻ ഉണ്ടാക്കിയ ഈ വീട് എങ്ങനെ, ഒരു കമൻറ്റ്. ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമല്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള ചേച്ചി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല, ഇഷ്ടമില്ല അങ്ങനെ പറഞ്ഞു. ഇഷ്ടമില്ലാത്ത ഇഷ്ടമായി അങ്ങനെ പറഞ്ഞു. ഓക്കെ, എങ്ങനെ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, കാരണം ക്ലേ തന്നെ അലർജി ആയവരുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഈ വീട് അവിടെ വെക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈസ്, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്, പക്ഷെ അത് നാണക്കേടാണ് പറഞ്ഞാൽ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർസ്, നമ്മൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ ചെറിയ സ്റ്റാർ കണ്ടില്ലേ ഗൈസ്, ഒരു ചെറിയ സ്റ്റാർ കണ്ടില്ല, അത് ഉണ്ടാക്കിയ കോളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ക്യൂട്ടായില്ലേ ഗൈസ്, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കറാണ്. ഇതൊക്കെ നമുക്ക് ചാർട്ട് വെക്കാം. ഞാൻ പെട്ടെന്ന് സാധനം കൊണ്ട് പൊടിച്ചു ഗൈസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ബാബി ഫോണാണ്. ഓക്കെ, എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ പാർട്ട് 2ലാണ് നമ്മൾ സ്റ്റുഡിയോ അല്ലേ, മൈ റൂം. നമ്മുടെ സ്റ്റുഡിയോൻ്റെ വീഡിയോ വരുന്നുണ്ട്, നമ്മൾ സ്റ്റുഡിയോ ടൂർ വരുന്നുണ്ട് നമുക്ക്. പിന്നെ അത് നിങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടിട്ടാവും,
അത്ര വലിയ കാര്യമല്ല. പിന്നെ നെക്സ്റ്റ് കുഞ്ഞു ഒരു കിളിയുണ്ട്. കിളി. ഓക്കെ ഗായ്സ്, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു കിളിയാണ്. നെക്സ്റ്റ് ഇത് എൻ്റെ ചേച്ചി ഈ ബർത്ത്ഡേ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഗേൾ എഴുതിയിട്ട് ഇതൊക്കെ ഞാൻ അപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഗൈസ്. ഇനി രണ്ട് സാധനം ഒരുമിച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഇതും ഈ സ്റ്റിക്കേഴ്സും ഈ പെൻസിലും ഇതൊക്കെ ഈ ചേച്ചി എപ്പോഴും ഗൈസ് ഈ ചേച്ചിക്ക് ഈ ഇമോജി കളിക്കാറുള്ളൂ. പുതിയ ഇമോജി ഗൈസ്. അത് ഹാർട്ട് ഒരാളും കൂടി അങ്ങനെ വെച്ച് ഹാർട്ട് യോജിപ്പിച്ചാൽ ഒരു ഹാർട്ടാവും. ഓക്കെ ഗൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയാണ് ഗൈസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. പിന്നെ നെക്സ്റ്റ് ഞാൻ ഇവിടെ സ്റ്റോർ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മിനി സ്റ്റോർ റൂമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. മിനി സ്റ്റോർ റൂം ഗൈസ്. ഇവിടെ രണ്ട് മറ്റേ അട്ടികൾ എന്ന് വെച്ചാൽ അറകളില്ലേ, അതാണ്. പിന്നെ താഴെ കുഞ്ഞൊരു മിൽക്ക് പച്ചക്കറികൾ ഇട്ടേക്കുന്ന കുഞ്ഞൊരു ഇതാണ്. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, അതാണ് ഒരു ഫ്രിഡ്ജ് മയം അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുഞ്ഞൊരു അലമാറ എന്ന് പറയും, ഒരു ഷെൽഫ് എന്ന് പറയാം. ഡോറില്ലാത്ത ഷെൽഫാണ് ഗൈസ്. നോക്കൂ, ഞാൻ പേപ്പർ കിടങ്ങനെ വെച്ചതാണ്. അടിയല്ല ഗൈസ്. നെക്സ്റ്റ് ഒരു ടാഗിൻ്റെ ആർട്ടാണ്. നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ടാഗിൽ അതിൽ പെയിൻ്റ് അടിച്ചുണ്ടാക്കിയതാണ്. നല്ല രസത്തിൽ കുഞ്ഞൊരു ടാഗ് വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, അത് നമ്മൾ എറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ക്യൂട്ട് സെക്ഷനിൽ വെക്കാതെ. ഓക്കെ, നമ്മൾ ക്യൂട്ട് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു വിധത്തിൽ ഞാൻ ഒക്കെ പറഞ്ഞു ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇനി ഞാൻ എനിക്ക് കിട്ടിയ ട്രോഫി കാണിച്ചത്. ഇതാണ് ട്രോഫി. ഇതെനിക്ക് സെൻറ്റ് മൈക്കിൾ സ്കൂൾ ഒന്ന് കിട്ടിയതാണ്. ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. അത് നല്ല രസം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെന്താ ബോൾ ഓക്കെ ഫോൺ ചെറുതായിട്ടൊന്നും ഇതാണ് ട്രോഫി. ഞാൻ ഇവിടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഗൈസ്. ഇനി നെക്സ്റ്റ് ഇതെൻ്റെ വാച്ചിൻ്റെ ചാർജറാണ്. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ പോലത്തെ റേഡിയേഷൻ്റെ ഒത്ത സംഭവങ്ങൾ കാണിച്ചത്. റേഡിയേഷൻ എന്ന് പറയാൻ പറ്റില്ല, നല്ല സാധനങ്ങളാണൊക്കെ. റേഡിയേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഉള്ളത് എൻ്റെ ബ്യൂട്ടർ ആണ്. ഇതിലൊന്നും കാണുന്നില്ല. ഇത് നമ്മുടെ സ്റ്റുഡിയോൻ്റെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. അത് ഇവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു പ്രിൻ്റർ ഉണ്ട്, അത് പ്രിൻ്റ് എടുക്കാനാണ്. പിന്നെ അതൊക്കെയാണ്. പിന്നെ ഒരു സ്മാർട്ട് വാച്ച്, വേറെ ഒരു സ്ട്രാപ്പില്ലാത്ത സ്മാർട്ട് വാച്ച്, പിന്നെ ഒരു ഫോൺ സ്റ്റാൻഡ്, പിന്നെ ഇത് ടാബ് സെഡ് ആണ് കേട്ടോ. ടാബ് സെഡ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഒരു മൈക്കുണ്ട്. ഇത് ടാബ് സെഡ് അല്ല ഗൈസ്, ടാബ് എത്രയായിരുന്നു? ഇത് ടാബ് സെഡ് അല്ല ഗൈസ്, ഇതൊരു എന്നോട് മറന്നുപോയി ഗൈസ്. ക്യൂ ആണ് ഗൈസ്, ഇത് ക്യൂ.